പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുകയും അതിനോടൊപ്പം സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന ചില സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. സഹോദരി, വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ നൽകുന്ന സന്ദേശം ഇതാണ്: കത്തോലിക്ക സഭയിൽ നിന്നും വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഇത് കരുണയുടെ നൊവേനയിലെ 5-ാമത്തെ സന്ദേശമാണ്. ഇവിടെ സഭയിൽ നിന്നും വേർപിരിഞ്ഞു പോയ മക്കൾ തിരികെ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതേ മക്കളെ, 100 ഉള്ളതിൽ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി വരുന്നവനാണല്ലോ നമ്മുടെ ഈശോ. നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നതാണ് ഈശോയുടെ കരുണയുള്ള ഹൃദയം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുന്നവർ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പരിശുദ്ധ അമ്മയിലൂടെ മാംസരക്തങ്ങളാകുന്ന ശരീരം ഈശോ സ്വീകരിച്ചത് കൊണ്ടല്ലേ നിനക്ക് വേണ്ടി തൻ്റെ ജീവൻ ഈശോ കുരിശിൽ നൽകിയത്. ഈശോയുടെ ദൈവത്വം ദൈവത്തിൽ നിന്നെന്ന പോലെ ഈശോയുടെ മനുഷ്യത്വം അത് അമ്മയിൽ നിന്നല്ലേ ഈശോ സ്വീകരിച്ചത്. അത് നീ ഓർക്കണം. ആ ശരീരം കൊണ്ടല്ലേ പാപത്തെയും പിശാചിനെയും ഈശോ കുരിശിൽ തറച്ചത്. ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ രക്ഷ സ്വന്തമാക്കാൻ കഴിയുമോ? പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ട മാംസരക്തമാണല്ലോ ഈശോ ആയി മാറിയത്. പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തുകയാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോലും പെന്തോക്കോസ്തുകാരായ നിങ്ങളോ ഞങ്ങളോ ആരും യോഗ്യരല്ല. കാരണം ആ സുവിശേഷമാകാൻ കാരണം അമ്മ ശരീരരക്തം നൽകിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിനക്ക് സുവിശേഷം പറയാൻ കഴിയുന്നത് പോലും, ഈശോ എന്ന നാമം ഉച്ചരിക്കാൻ കഴിയുന്നത് പോലും. ശരിയല്ലേ ഞാൻ പറയുന്നത്? പരിശുദ്ധ അമ്മ ശരീരം നൽകിയില്ലായിരുന്നെങ്കിൽ ഈശോ ഭൂമിയിൽ വരാതെ എങ്ങനെയാണ് നീ ഈശോയെ പ്രസംഗിക്കുക? അപ്പോൾ ഇന്ന് നീ പ്രസംഗിക്കുന്ന ഈശോ ആരാ? പരിശുദ്ധ അമ്മയിലൂടെ മാംസരക്തങ്ങൾ സ്വീകരിച്ച ഈശോ അല്ലേ? അതുകൊണ്ട് പറയുകയാ, പ്രിയ സഹോദരി, തിരിച്ചു വരിക. മനുഷ്യരായ നമ്മൾ മാതാവിനെയും പിതാവിനെയും തള്ളിപ്പറയുമോ? ഒരിക്കലുമില്ല. വചനം എങ്ങനെ പറയുന്നു? മത്തായി 15:4. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഞാനിന്ന് ഇത്രമേൽ ഈശോ അറിയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം ഉള്ളത് കൊണ്ടാണ്. എന്ന് വെച്ച് ഞാൻ അമ്മയെ ആരാധിക്കുന്ന ഒരു മകനല്ല. എന്ന് വെച്ച് ഞാൻ അമ്മയെ ആരാധിക്കാനല്ല പോകുന്നത്. മറിച്ച് അമ്മയ്ക്ക് എന്നും നന്ദിയുള്ളവനായിരിക്കുന്നു. എനിക്ക് രക്ഷ തരാൻ വേണ്ടി ദൈവപിതാവിന് സമ്മതം നൽകിക്കൊണ്ട് എനിക്ക് വേണ്ടി ഈശോയെ നൽകിയത് ആ മാതാവാണ്. അതുകൊണ്ട് ഞാൻ എന്നും അമ്മയ്ക്ക് നന്ദി പാടുന്നു, നന്ദിയുള്ളവനായിരിക്കുന്നു. അതാണ് വചനാടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിൽ ശരിയായ ദൈവഹിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നന്ദികൾ മുന്നേ കണ്ടിട്ടാകാൻ ലൂക്ക 1:48 അമ്മ പറയുന്നു, സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന്. എനിക്ക് ഈശോയെ അതിൻ്റെ ശരിയായ കാതലിലൂടെ അറിയാൻ സഹായിച്ച അമ്മ, ദൈവപിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ സ്വന്തം അമ്മ, എൻ്റെ ഈശോയുടെ അമ്മ, ഞങ്ങളുടെ അമ്മയാകുന്നു. നമുക്കറിയാം, സീനായ് മല, വാഗ്ദാന ദേശം. ആ ദേശത്തിൽ പോലും എത്തിച്ചേരാൻ പറ്റില്ലെന്ന് ദൈവത്താൽ നിഷേധിക്കപ്പെട്ട വ്യക്തിയാണല്ലോ മോശ. ആ മോശയുടെ പ്രത്യക്ഷണം നിങ്ങൾ ഓർക്കണം. ശിഷ്യർ ഈശോയിൽ വിശ്വസിക്കാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുമായി ഈശോയുടെ രൂപാന്തരീകരണത്തിൽ സ്വർഗത്തിൽ നിന്നും സാക്ഷ്യം നൽകാൻ വന്നുവെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് യോഗ്യത ദൈവത്താൽ മാലാഖയിലൂടെ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ട അമ്മയ്ക്കില്ലേ? മോശയെയോ ഏലിയെയോ എലീശയെ തിരഞ്ഞെടുത്തതുപോലെയുള്ള ഒരു മാനുഷിക തിരഞ്ഞെടുപ്പാണോ ദൈവം അമ്മയെ തിരഞ്ഞെടുത്തത് മൂലം ഉണ്ടായത്? മറിച്ച് നിനക്കും എനിക്കും രക്ഷയില്ലേ നൽകിയത്? നീ ഇന്ന് പ്രസംഗിക്കുന്ന വചനം തന്നെ ആ ഈശോയെ വഹിക്കാനും ആ മാംസരക്തത്താൽ നിനക്ക് രക്ഷ നേടിത്തരാനും കാരണമായ അമ്മയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ നീ നിന്ദിക്കുമ്പോൾ സഹോദരി, നീ ഈശോയെ തന്നെയല്ലേ നിന്ദിക്കുന്നത്? ഈശോ ചോദിക്കും, ദൈവപിതാവിനാൽ നിനക്ക് രക്ഷ തരാൻ എനിക്ക് തൻ്റെ മാംസരക്തങ്ങൾ നൽകി ജന്മം തന്ന അമ്മയെ നീ നിന്ദിക്കുമ്പോൾ നീ എൻ്റെ രക്ഷാകര ചരിത്രത്തെ പുച്ഛിക്കുകയും പരിഹസിക്കുകയുമല്ലേ ചെയ്യുന്നത്? ആ കാലഘട്ടത്ത് മോശയും ഏലിയായും ഈശോ ദൈവപുത്രനാണെന്ന് സാക്ഷ്യം നൽകാൻ വരുമ്പോൾ ഇന്ന് ഈ നാളുകളിൽ ക്രിസ്തുവും സുവിശേഷത്തിനും സാക്ഷ്യം നൽകാനും ജനം വ്യതിചലിച്ചു പോകാതിരിക്കാനും വേണ്ടി സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ പ്രത്യക്ഷപ്പെടാൻ ഈശോയ്ക്ക് ജന്മം നൽകിയ അമ്മയ്ക്ക് യോഗ്യത ഇല്ലെന്നാണോ നീ പറയുന്നത്? ഈ ഭൂമിയിൽ ജീവിച്ച വേറെ ആർക്കെങ്കിലും അതിന് കഴിയുമോ സഹോദര? ഈശോയുടെ ഹൃദയം എന്തെന്നും ദൈവം എന്തെന്നും ദൈവസ്നേഹം എന്തെന്നും ശരിയായി അനുഭവിച്ചറിയുന്നവനെ പരിശുദ്ധ അമ്മ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് വിശുദ്ധി വേണം, സത്യവിശ്വാസം വേണം. സത്യസഭയിലും വിശുദ്ധിയിൽ നിൽക്കുന്നവന് മാത്രമേ അത് വെളിപ്പെട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന വിശുദ്ധരാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. അവസാനം ഈശോ അമ്മയെ നൽകിക്കൊണ്ട് പറഞ്ഞു, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യോഹന്നാൻ 19 പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പൈശാചിക പഠനത്തിലുള്ള മറുപടി കൂടിയാണ് ഈ വചനത്തിൻ്റെ അവസാന ഭാഗം. അങ്ങനെയാണ് അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നത്. വേറെ മക്കൾ അമ്മയ്ക്ക് ഇല്ല എന്നുള്ള വ്യക്തത കൂടി ഈ വചനം നൽകുന്നുണ്ട്. അതുപോലെ 12-ാം വയസ്സിൽ ജെറുസലേമിൽ തിരുനാളിന് വരുമ്പോൾ ഒരു കൈക്കുഞ്ഞെങ്കിലും അമ്മയുടെ കയ്യിൽ കാണേണ്ടതായിരുന്നില്ലേ പ്രിയ സുഹൃത്തെ? നിൻ്റെ പഠനവും നിൻ്റെ അറിവ് ശരിയാണെങ്കിൽ, സഹോദരങ്ങളുണ്ടെന്നുള്ള നിൻ്റെ പഠനം ശരിയാണെങ്കിൽ,
ഏതാണ്ട് 2 സഹോദരങ്ങളെയും കാണണമല്ലോ. അപ്പോൾ 12 വയസ്സാകുന്ന ഈശോയ്ക്ക് ഒരു കൈക്കുഞ്ഞെങ്കിലും പരിശുദ്ധ അമ്മയുടെ കാണേണ്ടതായിരുന്നില്ല സഹോദരി, പ്രിയ സുഹൃത്തെ. ഇതൊന്നും പാസ്റ്റർമാർ പഠിപ്പിക്കില്ല സഹോദര. അന്തനെ നയിച്ച 2 പൊട്ടക്കിണറ്റിൽ വീഴും എന്നുള്ളത് കൊണ്ട് ശരിയായവ അറിയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിന്റെ നിത്യനാശമായിരിക്കും പിശാച് ആഗ്രഹിക്കുന്നത്. നിന്നെ നാശത്തിൽ കൊണ്ടുപോകുക എന്നതാണ് പെന്തക്കോസ് ഗ്രൂപ്പ് വഴി അവൻ ഉദ്ദേശിക്കുന്നത്. അതേ മക്കളെ, ഈശോയുടെ ഹൃദയം എന്തെന്നും ദൈവം എന്തെന്നും ദൈവസ്നേഹം എന്തെന്നും ശരിയായി അനുഭവിച്ചറിയുന്നതിന് ഈ പരിശുദ്ധ അമ്മ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയ സഹോദര, നിനക്ക് വേണ്ടി കാൽവരി മലമുകളിൽ ചിന്തിയ രക്തം ആരുടേതാ? നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ശരീരം ആരുടേതാ? ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയത്തിൽ നിന്നും വന്നതല്ലേ? ഈശോയെ പ്രസംഗിക്കുന്നെന്ന് പറയുന്ന പാസ്റ്റർമാരുടെ യോഗ്യതയോ ഈ പറയുന്ന എൻ്റെയോ നിൻ്റെയോ യോഗ്യത പോലും ജന്മം നൽകിയ അമ്മയ്ക്കില്ല എന്നതാണോ നീ പറയുന്നത്? നമ്മൾ ആരോടെങ്കിലും ദൈവകൃപ നിറഞ്ഞവനെ സ്വസ്തി എന്ന് മാലാഹമാർ വന്ന് പറയാൻ വേണ്ട വിശുദ്ധി ഉള്ളവരാണോ നമ്മൾ? നമ്മുടെ അത്ര യോഗ്യത ഈശോയ്ക്ക് ജന്മം നൽകിയ അമ്മയ്ക്കില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റെന്നാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? അയോഗ്യയില്ലാത്ത സ്ത്രീയെ ദൈവപിതാവ് തിരഞ്ഞെടുത്തെന്നാണോ നിങ്ങൾ പറയുന്നത്? വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത സ്ത്രീയിൽ നിന്ന് ജന്മം കൊണ്ട് ഈശോ എന്നാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വചനങ്ങൾ എനിക്ക് ഉപയോഗിച്ച് നിങ്ങളെ പ്രതിരോധിക്കാനും കഴിയും. ദൈവം അനുവദിച്ചാൽ അത് പങ്കുവയ്ക്കാം. ദയവ് ചെയ്ത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഇരുമ്പാണിമേൽ തൊഴിക്കരുത്. പൗലോസ്ലീഹയോട് ഈശോ പറഞ്ഞു, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് ദോഷകരം. നമുക്കവിടെ കാണാം, പൗലോസ്ലീഹ ഒരിക്കലും ഈശോയെ പീഡിപ്പിച്ചില്ല. പക്ഷേ ഈശോ പറയാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. പൗലോസ്ലീഹ സഭയെ പീഡിപ്പിക്കാനും സഭയെ ഉന്മൂലനം ചെയ്യാനും ഇറങ്ങിത്തിരിച്ച പൗലോസ്ലീഹയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. അതേ മക്കളെ, സഭ എന്നത് കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവ് ഈശോ മിശിഹയാണ് നീ പീഡിപ്പിക്കുന്നത്. സഭയെ പീഡിപ്പിക്കുകയോ സഭയെ പുച്ഛിച്ച് തള്ളി നീ സഭയ്ക്ക് വിരോധമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ, സഭയിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ നീ ഈശോനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് നീ പോകുന്ന സഹോദരി. അതൊരു ഭിന്നിപ്പാണ്. അത് ഏത് ആത്മാവിൻ്റെ ഏത് ഫലമാണത്? ഭിന്നിപ്പാണ്, വെറുപ്പ്. അത് തിന്മയാണ്. വെറുപ്പെന്ന് പറയുന്ന പിശാചിൻ്റെ സ്വഭാവമാണ്. മക്കളെ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തരണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവ സന്ദേശമായി ഞാൻ കരുതുന്നത്. ഈശോ പറയുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അത് മോചിപ്പിക്കപ്പെടും. എന്നാൽ നിങ്ങളാകട്ടെ പഠിപ്പിക്കുന്ന പാപം ഏറ്റു പറയരുതെന്ന്. ഈശോ പറയുന്ന ബലിയർപ്പണം, കുർബാന, പാപങ്ങൾ ഏറ്റുപറയുക എന്നിവയ്ക്ക് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. എന്നാൽ നിങ്ങളാകട്ടെ എല്ലാം അസാധുവാക്കുന്നു. ഈശോ പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നു എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നതിനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എന്നാൽ നിങ്ങൾ പറയുന്നു ഇതൊന്നും പാടില്ലെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾ ആരുടെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്? നസ്രായനായ യേശു ക്രിസ്തുവിൻ്റേതോ അതോ വേദക്രിസ്തുവിൻ്റേതോ? കാരണം നിങ്ങൾ സഭയെ പുച്ഛിച്ചു തള്ളുന്നു, അമ്മയെ പുച്ഛിക്കുന്നു. വെളിപാട് 13:6 പറയുന്നു, ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായി തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെ അത് ദുഷിച്ചു പറഞ്ഞു. വെളിപാട് 12:17 പറയുന്നു, അപ്പോൾ സർപ്പ സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളെ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. കണ്ടോ, ഈ സ്വഭാവങ്ങളെല്ലാം, ഈ പെരുമാറ്റങ്ങൾ, ഈ സ്വഭാവങ്ങളെല്ലാം ആരിലാണ് പ്രകടമാകുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ ദുഷ്ട സ്വഭാവവും സഭയ്ക്കെതിരെ പറയുക, ദൈവത്തിന് നേരെ കോപിക്കുക, കർത്താവിൻ്റെ വാസസ്ഥലം സഭയെ ദുഷിച്ച് പറയുക, ഇത് പറഞ്ഞ് പഠിപ്പിക്കുകയും ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയല്ലേ പെന്തക്കോസ്ത് ഗ്രൂപ്പുകൾ? അത് നിങ്ങൾ മനസ്സിലാക്കുക. 1 യോഹന്നാൻ 4:1. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയുവിൻ. പല വ്യാജ പ്രവാചകന്മാർ ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം, യേശു ക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. സഹോദരി, ഒരുപാട് വ്യാജ പ്രവാചകന്മാർ, വ്യാജ ആത്മാക്കൾ വരുമെന്ന് ഈശോ വ്യക്തമാക്കുന്നു. ശരിയായ ഈശോയെയും ആത്മാവിനെ മനസ്സിലാക്കാൻ സഭയോടൊപ്പം അമ്മയോടൊപ്പം നിൽക്കുക എന്നതാണ് ഏക മാർഗം. അല്ലാത്ത പക്ഷം പല വ്യാജ ക്രിസ്തുമാരും വന്ന് ജനങ്ങളെ വഴിതെറ്റിക്കും. ക്രിസ്തു 13:5 പഠിപ്പിക്കുന്നു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാനാണെന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും, അവർ അനേകരെ വഴിതെറ്റിക്കും. നിരവധി വ്യാജ പ്രവാചകർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. മത്തായി 24:11 പഠിപ്പിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ആയിരിക്കാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമായതും ആത്മരക്ഷയുടെ ഒരു ഭാഗം കൂടിയാകുന്നു. പ്രിയ സഹോദരങ്ങളെ, വചനത്തിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ പിശാചിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്ന സഭയ്ക്ക് തരുന്ന സന്ദേശം, അതായത് മാർക്കോസ് 13:21 വ്യക്തമാക്കുന്നു. ഇതാ ക്രിസ്തു ഇവിടെ, അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും.
അതാണ് വചനം പറയുന്നത്. വെളിപാട് 13:6. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടാരൂപി ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വാസസ്ഥലം സഭയെയും വിശുദ്ധരെ, സ്വർഗത്തിൽ വസിക്കുന്നവരെയും വിശുദ്ധരെയും അത് ദുഷിച്ചു പറയും. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരവും ലഭിച്ചു. പ്രിയ സഹോദരനെ, കർത്താവിൻ്റെ ശരീരമാണ് സഭ. വെളിപാട് 12:17 പറയുന്നു, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവർ, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങൾ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാനത് പുറപ്പെട്ടു. അതേമക്കളെ, ക്രിസ്തു സ്ഥാപിച്ച ഏക സുവിശേഷത്തെ നിങ്ങൾ നിന്ദിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നേരെയും കോപിക്കുകയാണ്. അപ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം, ഈ പറഞ്ഞ വചനങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് കൂട്ടായ്മയിലുള്ള മക്കളാണ്, സഹോദരങ്ങളാണ്. ക്രിസ്തു സ്ഥാപിച്ച സഭയെയും ഏക സുവിശേഷത്തെയും നിന്ദിക്കുന്ന ഒരു ജനത. പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ്ത് ഗ്രൂപ്പിലെ സഹോദരങ്ങളെ, കുരിശിൽ ചിന്തി യേശുവിൻ്റെ മാംസരക്തത്തെ വിലയില്ലാതെ നിങ്ങൾ കാണുന്നു. എന്തെന്നാൽ വചനം ഇങ്ങനെ പറയുന്നു, ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയിലെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? പ്രതികാരം എൻ്റേതാണ്. നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ശാസിക്കട്ടെ. ആമേൻ.